ഇസ്രയേൽ ചാരസംഘടന മൊസാദിന് ഇറാഖിലെ കുർദ് പ്രദേശത്തും സിറിയയിലും താവളങ്ങളുണ്ട് എന്നും അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ IS സംഘത്തിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇറാനിൽ ജനറൽ സുലൈമാനിയുടെ ഖബറടക്കത്തിന് ബോംബാക്രമണം നടത്തി 90 പേരെ വധിച്ചു എന്നുമാണ് ഇറാന്റെ ആരോപണം. എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് പാകിസ്ഥാനെതിരെ തിരിയുമ്പോൾ പാകിസ്ഥാൻ ഇറാന്റെ ആയുധ ശേഖരണം കണ്ട് മുട്ടുമടക്കുമെന്നതിൽ പ്രതീക്ഷയുണ്ട്. ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. മുൻപ് ശത്രുക്കളായിരുന്ന സൗദി അറേബ്യ, UAE എന്നീ പ്രമുഖ ഗൾഫ് രാജ്യങ്ങളുമായി കൈകോർക്കാൻ തയ്യാറാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇവരെല്ലാവരുമായി വ്യോമയാന ബന്ധത്തിന് നയതന്ത്ര ബന്ധത്തിനുമുള്ള ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും പശ്ചിമേഷ്യ വീണ്ടും വിപുലമായ യുദ്ധമുഖത്തേക്ക് എത്തിയതും. ആരാണ് ഹീറോ, ആരാണ് വില്ലൻ എന്നാർക്കും വ്യക്തമാകാത്ത നാടകമാണ് പശ്ചിമേഷ്യയിൽ നടന്നു വരുന്നത്. അതിലേക്ക് ദക്ഷിണേന്ത്യയും വലിച്ചിഴക്കപ്പെടാൻ അധിക കാലതാമസമില്ല എന്ന് സാരം. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ വിജയം ആർക്കൊപ്പമായിരിക്കും? എന്താണ് നിങ്ങളുടെ ഒരു പൊതു അഭിപ്രായം? ചോദ്യത്തിന് ഉത്തരമായി ഇരു രാജ്യങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെ ശേഖരത്തെക്കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇറാന്റെ പക്കലുണ്ടെന്ന് 2022 US സെൻട്രൽ കമാൻഡറിലെ ജനറൽ മക്കൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. മിസൈൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുടെ ശേഖരം സ്വന്തമായുള്ളത് ഇറാനാണ്. വ്യത്യസ്ത തരം മിസൈലുകൾ ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാ റേഞ്ചിലുമുള്ള മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. 1500 കിലോമീറ്ററാണ് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള ആകാശ ദൂരം. ഇറാന് വേണമെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ട് കറാച്ചി തുറമുഖം തകർക്കാം. ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും നാശം വിതയ്ക്കാം. പാകിസ്ഥാനുമായി ഏകദേശം 1000 കിലോമീറ്ററിലാണ് ഇറാൻ അതിർത്തി പങ്കിടുന്നത്. ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത് അതിർത്തിക്കടുത്തു നിന്നാണെങ്കിൽ പെഷവാറോ, ഇസ്ലാമാബാദോ, ലാഹോറോ, കറാച്ചിയോ, ക്വറ്റയോ ആകട്ടെ, ഒന്നും അവശേഷിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ മുഴുവൻ നശിക്കപ്പെടും. 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയിലുള്ള ശക്തമായ മിസൈലുകൾ നിർമ്മിച്ച് രാജ്യത്ത് വിന്യസിക്കുക എന്നതാണ് ഇറാന്റെ മുഴുവൻ ശ്രദ്ധയും. അത്തരത്തിൽ പല മിസൈലുകളും ഇറാൻ വിന്യസിച്ചിട്ടുമുണ്ട്. ഇറാന്റെ അത്യന്തം അപകടകരമായിട്ടുള്ള 7 മിസൈലുകളാണ് അവ മുന്നിൽ കാണുന്ന തുറുപ്പുചീട്ടുകൾ. 1. ഷഹാബ് 3. ഇറാന്റെ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഷഹാബ് 3. ഉത്തര കൊറിയയുടെ നോഡൽ 1 മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. 1000 മുതൽ 2000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ പരിധിയെങ്കിലും ആയുധം അതിൽ എത്രത്തോളം ഘടിപ്പിച്ചിരിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. പുതിയ മോഡലിൽ ക്ലസ്റ്റർ മ്യൂണിഷൻ ഓപ്ഷനുമുണ്ട്. അതായത് ഒരു മിസൈൽ കൊണ്ട് 5 സ്ഥലങ്ങൾ ആക്രമിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഇതിന് പരമാവധി 400 കിലോമീറ്റർ ഉയരത്തിൽ എത്താൻ കഴിയും. ഇതിന്റെ വേഗത സെക്കൻഡിൽ 2.4 കിലോമീറ്ററുമാണ്. ഖത്തർ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് ഖത്തർ. 1800 മുതൽ 2000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. പ്രവചിക്കാൻ കഴിയാത്ത വേഗത്തിലുള്ള മിസൈൽ കൂടിയാണിത്. മണിക്കൂറിൽ 11113.2 കിലോമീറ്റർ വേഗതയിലാണ് ഈ മിസൈൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. ആന്റി സാറ്റലൈറ്റ് മിസൈൽ, IRBM എന്നിവയാലും ഖത്തർ ഉപയോഗിക്കുന്നുണ്ട്. ഇനേർഷ്യൽ ഗൈഡൻസ്, GPS നാവിഗേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ CEP 110 മീറ്ററാണ്. അതായത് ലക്ഷ്യത്തിൽ നിന്ന് 110 മീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഈ മിസൈൽ പതിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് ലക്ഷ്യത്തെ നശിപ്പിക്കുമെന്ന് യാഥാർത്ഥ്യം. 2 ഘടകങ്ങളുള്ള മിസൈൽ ആദ്യഘട്ടം ദ്രാവകവും രണ്ടാമത്തേത് ഖര ഇന്ധനവുമാണ് നിറച്ചിരിക്കുന്നത്. ഈ മിസൈലിന്റെ നീളം 15.5 മീറ്ററാണ്. ഇമാദ് ദ്രവ ഇന്ധനം നിറച്ച ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് ഇമാദ്. ഇതിന്റെ വ്യാസം 1.25 മീറ്ററാണ്. 750 കിലോ ഭാരമുള്ള മിസൈലിന്റെ CEP 10 മീറ്ററാണ്. അതായത് ലക്ഷ്യത്തിന്റെ 5 മുതൽ 10 മീറ്ററിനുള്ളിൽ പതിച്ചാൽ ലക്ഷ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. ഇതിന്റെ ദൂരപരിധി 1700 കിലോമീറ്റർ ആണ്. ഈ മിസൈലിന് മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ഉണ്ട് എന്ന പ്രത്യേകതയാണ് ഏറ്റവും വലുത്. അതായത് ആവശ്യമെങ്കിൽ മിസൈലിന്റെ ദിശ മാറ്റാമെന്ന് സാരം. ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിലും ഇത് ഉൾപ്പെടുന്നു. 2016 മുതൽ ഇറാൻ സൈന്യം ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. ഖൊറാംഷർ 124
ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഖൊറോം ഷഹർ മിസൈലിന് നിരവധി വകഭേദങ്ങളാണുള്ളത്. അവയുടെ ഭാരം 19.5 ടൺ ആണ്. 13 മീറ്റർ നീളമുള്ള മിസൈലിന്റെ വ്യാസം 1.5 മീറ്റർ ആണ്. ദ്രവ ഇന്ധന റോക്കറ്റ് എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് പറക്കുന്നത്. 2000 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. 1800 കിലോഗ്രാം ഭാരമുള്ള ആയുധങ്ങൾ ഈ മിസൈൽ വഹിക്കുന്നുമുണ്ട്. ഇതിന്റെ വേഗത മണിക്കൂറിൽ 9878 കിലോമീറ്റർ മുതൽ 17287 കിലോമീറ്റർ വരെയാണ്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലെത്തി അവിടെ പൂർണ്ണമായി നാശം വിതയ്ക്കാൻ നിമിഷ നേരം മതിയെന്ന് അർത്ഥം. ഫത്താഹ് ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് മിസൈലാണ് ഫത്താഹ്. 350 മുതൽ 450 കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധം വഹിക്കാൻ ഈ മിസൈലിന് കഴിയും. ഖര ഇന്ധന എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ദൂരപരിധി 1400 കിലോമീറ്റർ ആണ്. മണിക്കൂറിൽ 16052 കിലോമീറ്റർ മുതൽ 18522 കിലോമീറ്റർ വരെയാണ് വേഗത. മിസൈലിന് എപ്പോൾ വേണമെങ്കിലും ഏത് ദിശയിലേക്കും തിരിയാം എന്ന പ്രത്യേകതയുമുണ്ട്. ശത്രുവിന്റെ ലക്ഷ്യത്തിനടുത്തെത്തിയാൽ ആഗ്രഹിച്ചാലും ആ ശത്രുവിന് ഓടിപ്പോകാൻ കഴിയില്ല എന്നർത്ഥം. മാത്രമല്ല ഒരു റഡാറിനും ഈ മിസൈല് കണ്ടുപിടിക്കാനാകില്ല എന്നത് മറ്റൊരു പ്രധാന ഘടകം. ഖൈബർ ഷെഖൽ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് ഖൈബർ ഷെഖൽ. ഖര ഇന്ധന റോക്കറ്റ് എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് പറക്കുന്നത്. 4.5 ടൺ ഭാരമുള്ള മിസൈലിന്റെ നീളം 10.5 മീറ്റർ ആണ്. വ്യാസം 80 സെന്റിമീറ്റർ. 500 കിലോഗ്രാം ഭാരമുള്ള ആയുധം ഇതിൽ സ്ഥാപിക്കാം. ഇതിന്റെ ദൂരപരിധി 1450 കിലോമീറ്റർ ആണ്. ഏത് വ്യോമ പ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കാനുള്ള പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 4932 മുതൽ 6174 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗത. സെഡ്ജിൽ ഖര ഇന്ധനമുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് സെഡ്ജിൽ. 22.5 ടൺ ഭാരമുള്ള മിസൈലിന്റെ നീളം 18.2 മീറ്റർ ആണ്. 500 മുതൽ 1500 കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങൾ ഇതിൽ സ്ഥാപിക്കാം. ഈ മിസൈലിന്റെ വേഗതയാണ് അതിനെ ഏറ്റവും മാരകമാക്കി മാറ്റുന്നത്. മണിക്കൂറിൽ 17487 കിലോമീറ്റർ വേഗതയിലാണ് ഇത് പറക്കുന്നത്. 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. ഹൈബ്രിഡ് മോഡ് മിസൈലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 4500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. അതായത് ലക്ഷ്യം വെക്കുന്ന പരിധിയുടെ 20 മീറ്റർ അകലെ വീണാലും ആ ലക്ഷ്യം ഉൾപ്പെടുന്ന പ്രദേശത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ മിസൈലിന് കഴിയുമെന്ന് സാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.